അതുകൊണ്ട് അദ്ദേഹത്തിന് പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നത്, പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷികളാണെന്നാണ്. അങ്ങനെ ഒരു വ്യക്തി അവിടെ വന്ന് താമസിക്കുന്നത് വലിയ അത്ഭുതമാണ്. പക്ഷികളൊക്കെയാണ് അത്രയും അദ്ദേഹത്തിന് പുഷ്പങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം പോയി കാണണമെന്ന് നാട്ടുകാർ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം കാട്ടിൽ പോയി. തികച്ചും അപരിചിതമായൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഗർജനം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുക സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും അടുത്തു വന്നിരിക്കാൻ പോയപ്പോഴാണ് കാട്ടിലെ സിദ്ധന് മനസ്സിലായത്, നാട്ടിലെ സിദ്ധൻ ഇരിക്കുന്നത് 12 വർഷത്തിലൊരിക്കൽ ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ടാണ് 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുംഭമേള അവർ ആരംഭിച്ചത്. ഭാരതത്തിൻ്റെ പകുതിയിലധികം ജനസംഖ്യ അവിടെ വന്ന് സ്നാനം ചെയ്ത് പോയി എന്നുള്ളത്. ആ ശ്രദ്ധയോടുകൂടി അവിടെ മുങ്ങി ദർശനം നടത്തി പോയിട്ടുള്ളവർക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനമെന്ന് ഗീത പറയുന്നുണ്ട്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണ സാ ശ്രദ്ധ എന്ന് പറയും. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഉപനിഷത്ത്. അതേപോലെ അവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഏതെങ്കിലും നല്ല മഹാത്മാവിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ അറിയും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ട് ഒരു സിദ്ധൻ, ജ്ഞാനിയായിട്ടുള്ളൊരു സിദ്ധൻ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഗുരുഭക്തർക്ക് മാത്രമല്ല ഏത് വ്യക്തിക്കും, ശങ്കരൻകുഴിയിൽ, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ മുങ്ങി നിവർന്നു കഴിയുമ്പോൾ അത് പവിത്രമായിട്ടുള്ള ഗംഗയാണ്. ആ ശ്രദ്ധയോടുകൂടി മുങ്ങുമ്പോഴാണ് നമ്മളിലുള്ള പാപങ്ങൾ മാറി ഇവിടെ ഗുരുവിൻ്റെ സത്സംഗം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുംഭമേള. മഹാകുംഭമേളയാണ് ഇപ്പോൾ സമാപിച്ചത്. കുംഭമേളയെ സംബന്ധിച്ച് ധാരാളം സങ്കല്പങ്ങളും വികല്പങ്ങളും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന സമയത്ത്, വാർത്താ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മഹർഷിമാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അത് നമ്മളുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, അതിൻ്റെ ചില മാറ്റങ്ങൾ, ആ ഗ്രഹ മാറ്റങ്ങളുടെ സമയത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. സൂക്ഷ്മതലത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. ആ ദിവസം കുറച്ച് അധികം പുണ്യമുള്ള ദിവസമാണെന്നും ആ സമയത്ത് ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നും ഒക്കെ ചില സങ്കല്പങ്ങൾ വയ്ക്കുകയും ഇപ്പോൾ ശ്രദ്ധയോടുകൂടി ഭക്തന്മാർ അവിടെ വരികയും പുണ്യസ്നാനം നിർവഹിക്കുകയും ചെയ്യും. എന്നാൽ അതേ മഹർഷിമാർ പറയുന്നു, ഒരു സ്ഥലം പുണ്യതീർത്ഥമായി മാറുന്നത് അവിടെ തപസ് ചെയ്യുന്ന, ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവ് ഈ സമയത്ത് അവിടെ വന്ന് സ്നാനം ചെയ്യുമ്പോൾ, അപ്പോൾ മാത്രമാണ് അത് പുണ്യതീർത്ഥമായിട്ടും മാറുന്നത്. അവിടെ ഇവർ സ്നാനം ചെയ്തതിന് ശേഷം മറ്റു ഭക്തന്മാർ അതിൽ സ്നാനം ചെയ്യണം എന്നൊരു സങ്കല്പം. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ നാനാഭാഗത്തും തപസ്സനുഷ്ഠിക്കുന്ന സന്യാസിമാരുണ്ട്, വിരക്തന്മാരുണ്ട്, സത്യാന്വേഷികളുണ്ട്. 12 വർഷത്തിലൊരിക്കൽ ഒന്നിച്ചു കൂടാൻ വേണ്ടിയിട്ടാണ് 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുംഭമേള അവർ ആരംഭിച്ചത്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ ഓരോരോ സ്ഥലത്തും ഈ സന്യാസിമാർ വന്നു ചേരുകയും അവിടെ തമ്പടിച്ച് സത്സംഗം നടത്തുകയും അതേപോലെ തന്നെ ഈ പുണ്യസ്നാനം നടത്തുകയും ചെയ്യും. അപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഭക്തന്മാർ
ഈ മഹാത്മാക്കളുടെ സത്സംഗ ശ്രവണത്തോടൊപ്പം പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്യുകയും ശ്രദ്ധയോടുകൂടി സത്സംഗം കേൾക്കുകയും സ്നാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കും പുണ്യമുണ്ടാകുകയും അതോടൊപ്പം തന്നെ അവരിൽ കുറച്ചുകൂടി വിരക്തി സംഭവിച്ച് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അവർ പതിയെ പിൻവലിഞ്ഞ് ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് അവർക്ക് മാറുവാനും സാധിക്കും. ഇങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ആ കുംഭമേള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 144 വർഷം കൂടുമ്പോൾ വരുന്ന മഹാകുംഭമേള, അത് പ്രയാഗ്രാജിൽ അതിഗംഭീരമായ രീതിയിൽ നടന്നു. ഭാരതത്തിൻ്റെ പകുതിയിലധികം ജനസംഖ്യ അവിടെ വന്ന് സ്നാനം ചെയ്ത് പോയി എന്നുള്ളതാണ്. ആ ശ്രദ്ധയോടുകൂടി അവിടെ മുങ്ങി ദർശനം നടത്തി പോയിട്ടുള്ളവർക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനമെന്ന് ഗീത പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യബുദ്ധിയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണ സാ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിലുള്ള സത്യബുദ്ധി അതൊരു വിശ്വാസമല്ല. ശാസ്ത്രം അനുശാസിക്കുന്ന എന്താണ്? തത്വമസി, അത് തന്നെ നീ. ഏത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഏതൊരു ചൈതന്യമാണോ ഉള്ളത്, അത് നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും അതേ ചൈതന്യമാണ് എന്ന് ഗുരു പല ഉദാഹരണങ്ങളിലൂടെ ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറയാണ് തത്, അത് നീ തന്നെ ആകുന്നു. ത്വം അസി. ആ ഗുരു ഉപദേശിച്ചതിൽ സത്യബുദ്ധി അവന് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എങ്ങും പോകേണ്ടതായിട്ടില്ല. പക്ഷെ ഇത് കിട്ടണ എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ കൂട്ടായ്മയിൽ അവർ നടത്തുന്ന സത്സംഗത്തിലൂടെ നമുക്ക് ലഭിക്കാം. ഒരുപക്ഷെ നമ്മളിത് ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ടാവാം, പക്ഷേ അത് നമ്മളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മളിൽ ശ്രദ്ധ ഉണർന്നിട്ടില്ല. നചികേതസിനോട് പറഞ്ഞ പോലെയാണ്. അപ്പം നചികേതസിന് ശ്രദ്ധ ആവിവേശ, ശ്രദ്ധ അവനിൽ ആവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സത്യാന്വേഷിയായിട്ടുള്ള ഒരാളിൽ ശ്രദ്ധ ഉണരുമ്പോഴാണ് ഗുരു പറയുന്ന വാക്യം സത്യമായിട്ട് അയാൾക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധയുള്ളവരാണ് കുംഭമേളയിൽ പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരിലും ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരുടെ ഹൃദയത്തിലേക്ക് അത് പകർന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും മഹാത്മാക്കളെ കാണാനും കണ്ടുമുട്ടാനും അവരിൽ നിന്ന് എന്തെങ്കിലും വിചാരങ്ങൾ പകർന്നു കിട്ടാനും സാധ്യതയുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവിടെ കൂടിയവരിൽ ഭൂരിഭാഗം പേരും അങ്ങനെ ഒരു സത്സംഗത്തിന് ഇരുന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ വെറും കാഴ്ചകൾ കണ്ട് പോകുന്നവരുടെ ജീവിതം വീണ്ടും വേസ്റ്റാണ്. അവർ കുംഭമേളയിൽ പോയി എന്ന് പറയാം, പക്ഷേ അതിൽ നിന്ന് അവർ ഊർജം ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ അവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഏതെങ്കിലും നല്ല മഹാത്മാവിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ട് ഒരു സിദ്ധൻ, ജ്ഞാനിയായിട്ടുള്ളൊരു സിദ്ധൻ നാട്ടിൽ ജീവിച്ചിരുന്നു. അതേ സമയത്ത് തന്നെ അതിനടുത്ത്, ആ ഗ്രാമത്തിൻ്റെ അടുത്ത് കാട്ടിൽ വേറൊരു സിദ്ധനും വന്നു ചേർന്നു. അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന സിദ്ധൻ അവിടെ പൂജാപാഠങ്ങളൊക്കെ നടത്തിയിരുന്നു. വലിയ സാധകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരുന്നത്, പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷികളാണെന്നാണ്. വനത്തിലെ പക്ഷികളാണ് നല്ല പൂക്കൾ ശേഖരിച്ച് ഈ സിദ്ധന്, മഹാത്മാവിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള
അറിവ് നാട്ടിലും പതിയെ പതിയെ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ പലരും ആ കാട്ടിൽ പോയി ആ സിദ്ധനെ ദർശിക്കുക പതിവായി. അവരിൽ ചിലർ ഈ നാട്ടിലെ സിദ്ധനോട് പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി അവിടെ വന്ന് താമസിക്കുന്നത് വലിയ അത്ഭുതമാണ്. പക്ഷികളൊക്കെയാണ് അത്രേ അദ്ദേഹത്തിന് പുഷ്പങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം പോയി കാണണമെന്ന് നാട്ടുകാർ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം കാട്ടിൽ പോയി. ആ സിദ്ധനെ കാണാൻ വേണ്ടി പോയി. അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ആ സിദ്ധൻ, കാട്ടിലെ സിദ്ധന് പാറപ്പുറത്ത് പല മന്ത്രങ്ങളും എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെ സിദ്ധൻ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ മന്ത്രത്തിൽ കയറി ഇരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം കുടിലിൽ കയറി എന്തോ അതിനുവേണ്ടി അങ്ങോട്ട് മാറിയപ്പോഴാണ് ഇദ്ദേഹം കയറി ആ മന്ത്രത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കാടായതുകൊണ്ട് ഒരു വന്യമൃഗത്തിൻ്റെ ഗർജനമുണ്ടായിരുന്നു. പെട്ടെന്ന് നാട്ടിലെ സിദ്ധൻ ഒന്ന് ഞെട്ടിപ്പോയി. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ കാട്ടിലെ സിദ്ധൻ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ കാട്ടിലെ സിദ്ധൻ ചോദിച്ചു, ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ? അതായത് ഭയം വിട്ടിട്ടില്ലെന്നാണ് ചോദിച്ചത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കാരണം തികച്ചും അപരിചിതമായൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഗർജനം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുക സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും അടുത്തു വന്നിരിക്കാൻ പോയപ്പോഴാണ് കാട്ടിലെ സിദ്ധന് മനസ്സിലായത് നാട്ടിലെ സിദ്ധൻ ഇരിക്കുന്നത് മന്ത്രത്തിൻ്റെ മുകളിലാണ്. ഉടനെ കാട്ടിലെ സിദ്ധൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഇത്രയും പരിശുദ്ധമായ മന്ത്രത്തിൻ്റെ മുകളിലാണോ ഇരിക്കേണ്ടത്? അപ്പോൾ നാട്ടിൽ വന്ന സിദ്ധൻ ചോദിച്ചു, ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ എന്ന്. ഭേദബുദ്ധി നാട്ടിലെ സിദ്ധനെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെല്ലാം ഒരുപോലെയാണ്. പക്ഷെ കാട്ടിലെ വ്യക്തിക്ക് അത് ഓരോന്നും തനിയാണ്. അപ്പോൾ ആ കഥ അവസാനിക്കുന്നത് പ്രകാരമാണ്. പിന്നീട് പക്ഷികൾ പുഷ്പങ്ങൾ കൊണ്ടുവന്നില്ല എന്നാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കിൽ അദ്ദേഹവും സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞു. ആ ഭേദബുദ്ധി ഇല്ലാതായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും തേടുന്നത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ തേടുന്ന വസ്തു അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകാം, തിരിച്ചറിയുന്നില്ല. പരമഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെയും അടുത്ത് കണ്ടിട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുരു 137 വർഷം മുൻപ് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് ആ ശിവലിംഗം മുങ്ങിയെടുത്തത്. അതും ഗംഗ പോലെ പവിത്രമാർന്നിട്ടുള്ള നദിയാണ്. അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് ആ നദി ഉത്ഭവിക്കുന്നത്. അഗസ്ത്യരുമായി ഗംഗയ്ക്കും ബന്ധമുണ്ട്, ഈ നദിക്കും ബന്ധമുണ്ട്. അപ്പോൾ ഈ ആളുകൾ അവിടെ ഗംഗയിൽ പോയി ഇത്രയും ബഹളം വെക്കുന്നതിന് പകരം ആ ശ്രദ്ധയോടുകൂടി ഈ ശങ്കരൻകുഴിയിൽ വന്ന് മുങ്ങി ഭഗവാനെ ദർശിച്ച്, അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ കരയിൽ നിന്ന് ധ്യാനിച്ച് കൃതകൃത്യരായി പോകേണ്ട സന്ദർഭവും കൂടിയാണ്. ഞാനത് കഴിഞ്ഞ ദിവസം, ഈ ശിവരാത്രി ദിവസം, അത് പൊതുജനങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഗുരുഭക്തർക്ക് മാത്രമല്ല, ഏത് വ്യക്തിക്കും ശങ്കരൻകുഴിയിൽ, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ മുങ്ങി നിവർന്നു കഴിയുമ്പോൾ അത് പവിത്രമായിട്ടുള്ള ഗംഗയാണ്. ആ ശ്രദ്ധയോടുകൂടി മുങ്ങുമ്പോഴാണ് നമ്മളിലുള്ള പാപങ്ങൾ മാറി ഇവിടെ ഗുരുവിൻ്റെ സത്സംഗം, ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇരുന്ന് അവർക്ക് ആ നദിക്കരയിലുള്ള ഗുഹയിലോ പാറപ്പുറത്തോ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് കുറച്ച് സമയം ശാന്തമായി ഇരുന്ന് തിരിച്ചു പോകാം. പക്ഷേ ഭൂരിഭാഗം ആളുകളും അങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ വരുന്നു ഒരു കാഴ്ച ബംഗ്ലാവിലെ പോലെ, കാഴ്ചകൾ കാണുന്ന പോലെ ഇവിടെ വരുന്നു, നെയ്യാറ് കാണുന്നു, ശിവലിംഗം കാണുന്നു, അങ്ങനെ ഗുഹ കാണുന്നു, അവരങ്ങ് തിരിച്ചു പോവുകയാണ്. അവർ ശ്രദ്ധാവാന്മാരല്ല, അവർ ഈ ഇലയെണ്ണികളെന്ന് പറയും. അവരിങ്ങനെ ഇലയെണ്ണി നടക്കുകയാണ്. മാങ്ങ
പറിക്കുക അവർക്ക് അസാധ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രലോഭനങ്ങളിൽപ്പെട്ട് കാഴ്ചകളിൽപ്പെട്ട് നമ്മുടെ മനസ്സ് മലീമസമാക്കുകയല്ല വേണ്ടുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള പുണ്യസങ്കേതങ്ങളിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. അതിന് ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഗുരുവിൻ്റെ അപാരമായിട്ടുള്ള ആ ഒരു ശക്തി ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ പ്രയാഗിലെ കുംഭമേളയും ഹരിദ്വാറിലെ കുംഭമേളയും നാസിക്കിലെ കുംഭമേളയും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ സ്നാനം ചെയ്ത് കൃതകൃത്യരായി നമുക്കും പോകാം. അപ്പോൾ ഏത് സമയത്തും നമ്മൾ ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ ഗംഗയിലേക്ക് കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഈ രീതിയിലൊരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് യാതൊരു അർത്ഥവുമില്ലാത്ത യാത്രയാണ്. വെറുതെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ജന്മത്തിൽ നമുക്കതിനൊരു പുണ്യം കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. മനുഷ്യജന്മം അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ലഭിച്ച മനുഷ്യജന്മം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതായത് മഹാത്മാക്കളെ കണ്ട് അവരിൽ നിന്ന് ശരിക്കുള്ള ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, ആത്മജ്ഞാനം കരസ്ഥമാക്കി കൃതകൃത്യരാകുക എന്നുള്ളതാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾക്ക് മാറാൻ പറ്റുന്നില്ല, അത്രമാത്രം അജ്ഞാനത്തിൽ പെട്ട് കിടക്കുകയാണ് നാമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായുധോ മഹതോ ഭയാത്. അപ്പോൾ നമ്മൾ അല്പം എങ്കിലും ആ ധർമ്മത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.